വെൽക്കം ടു വീട്ടടുക്കള. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ആണ്. അതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ഫിഷ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉള്ളി ചെറുതായി മുറിച്ചത്. ഇത് ചെറിയ ഉള്ളിയാണ് നല്ലത്, എൻ്റെ അടുത്ത് ചെറിയ ഉള്ളിയില്ല, അതുകൊണ്ട് ഞാൻ സവാള എടുത്തിരിക്കുന്നത്. കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 പീസ് നാരങ്ങ. ഇതിലൂടെ ഞങ്ങൾക്ക് നാരങ്ങ പിഴിയാം. ഉപ്പിട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ ഫിഷിൽ പിടിക്കും വരെ ഒന്ന് മിക്സ് ചെയ്യണം. ജ്യൂസും ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച മീൻ ഞങ്ങൾക്ക് 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കി തുടങ്ങാം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന്, 2. നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തു. ഇത് അരക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഉപയോഗിച്ചത്. പേസ്റ്റ് ഇതുമാതിരി തിക്കായിരിക്കണം, വെള്ളമായി പോകരുത്. നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി നോക്കാം. ഞങ്ങൾ ഉപ്പും നാരങ്ങ നീരും തേച്ച് വെച്ച മീൻ 10 മിനിറ്റായി. ഇനി ഞങ്ങൾക്ക് ഈ മസാല ഇതിലോട്ട് പുരട്ടി കൊടുക്കാം. ഞാൻ സെൻറ്ററിൽ വെച്ചിട്ട് മീൻ കട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ സെൻറ്ററിൽ നിന്ന് കട്ട് വെച്ച് അവിടെയൊക്കെ നല്ല മാതിരി മസാല പുരട്ടി. ഇതുമാതിരി ഞങ്ങൾക്ക് ഇനി എല്ലാ മീനിലും മസാല പുരട്ടിയെടുക്കാം. ഞങ്ങൾ മസാലയൊക്കെ പുരട്ടി വെച്ച് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 1/2 മണിക്കൂർ മാരിനേറ്റ് ആകാൻ പറ്റും. 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞങ്ങൾ മാരിനേറ്റ് വെച്ചിരുന്ന ഫിഷ് ഞങ്ങൾക്കൊന്ന് തുറന്ന് നോക്കാം. ഇത്ര മീനാണ് ഇത്രയും മസാല എടുത്തത്. നിങ്ങളുടെ മീനിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ മസാലയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതായത് ഞങ്ങൾക്ക് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ലോ സിമ്മിൽ വെച്ച് മീൻ വറുത്തെടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
നല്ല സ്പൈസിയും ടേസ്റ്റിയുമായ ഫിഷ് ഫ്രൈ റെഡിയായി. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത റെസിപ്പിയുമായി ഞങ്ങൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.